see yourself growing old with me, watching my hair turn to gray? Could you live with me in my mistakes and the ones I have yet to make? So when our eyes have seen their better days and our hearing starts to fade, put your arms around my neck and your heart on my chest. I love you will still sound the same. I love you will still sound the same. Sound the same. I can see our dreams inside of a child long after ours fade away. When our ring starts to rust and our skin starts to age, remember the promise we made. Hey! So when our eyes have seen their better days and our hearing starts to fade, put your arms around my neck and your heart on my chest. I love you will still sound the same. I love you will still sound the same. Sound the same. I love you will still sound the same. Nothing left to see. If it hurts and you can't take no more, lay it all on me. No, you don't have to keep it under lock and key, 'cause I will never let you down. And if you can't escape all your uncertainty, baby, I can show you how. ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം, അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും, ഇടറുന്ന ഹൃദയാദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം.
ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. പാതയിൽ മെഴുതിരി നാളമായി തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലന്റെ മിത്രമായി പ്രാർത്ഥന കേൾക്കുമോ ഈ അർത്ഥന കാണുമോ അഭയമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. പതിതന്റെ പാട്ടിലും പരിശുദ്ധ കർത്താവ് മക്കളുടെ വിവാഹോദാശനെ പ്രവേശിക്കാൻ ഞങ്ങൾ ഒരുങ്ങുന്ന അവസരത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ കൃപകൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളായി ഞങ്ങളെ വഴി നടത്തണമേ, കുറവുകളൊക്കെ പരിഹരിക്കണമേ, എല്ലാ അനുഗ്രഹമായി മുമ്പോട്ട് പോകാനൊക്കെ ജീവിക്കാൻ ജീവിക്കണമേ. പ്രത്യേകമായിട്ട് യുവാന്റെ വിവാഹോദാശനെ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. കർത്താവ് യുവാനാക്കിയിരിക്കുന്ന ആളെ ക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. ഇവിടെ ബാല്യകാലം കൗമാരകാലം യൗവനകാലമൊക്കെ കഴിഞ്ഞ് കർത്താവെ ഒരു കാര്യങ്ങളൊക്കെ പ്രവേശിച്ചു. അവിടെ നിന്ന് നിയോഗിക്കപ്പെട്ട അവസരത്തിൽ കർത്താവ് രണ്ടുപേരെ ഒരുമിച്ച് ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നിന്റെ അനുഗ്രഹങ്ങളാലും കൃപയായി അവരുടെ ജീവിതത്തെ വാഴ്ച അനുഗ്രഹിക്കുവാനും അവരുടെ കുറവുകളൊക്കെയും പരിഹരിക്കുവാനും പാവെങ്കിലുമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാവാവസ്ഥയിൽ നിന്നൊക്കെയും വിടുതൽ മുമ്പോട്ടായി സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനകളുടെ വളർച്ചയിൽ സഹായിച്ചതായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ചാർച്ചക്കാരെ, ഗുരുക്കന്മാരെ, സ്നേഹിതന്മാരെ വാക്കുകളാലോ പ്രവർത്തനാത്മകമായിട്ടോ അന്യമായിട്ടോ ഞങ്ങൾ സഹായിക്കും പ്രവർത്തിക്കുന്നവരെയും പ്രത്യേകമായി ഞങ്ങളുടെ ഗൃഹശ്രേഷ്ഠരെയും ദിവസത്തെ സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും തുടർന്നുള്ള ജീവിതങ്ങളുടെ അനുഗ്രഹം കൊണ്ടുപോകാൻ സഹായിക്കണം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമായ ശിഷ്യന്മാരൊക്കെ അഭാരത്തെ ക്ഷണിച്ചു അവരുടെ കുറവുകളൊക്കെ പരിഹരിച്ചു എല്ലാം പൂർത്തീകരിച്ചതുപോലെ കർത്താവെ ഇവരുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും തുറന്നുള്ള പ്രവർത്തനങ്ങളിലും യാത്രയും എല്ലാം കൂടെ ഉണ്ടായിരുന്ന അവരുടെ കുറവുകളൊക്കെയും പരിഹരിക്കുന്നത് സഹായിക്കണമേ. അബ്രഹാം ഇസാഖിന്റെ യാക്കോബിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു മക്കളെ അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു വന്ന മക്കളെ എല്ലാ ദിവസവും സമർപ്പിക്കുന്നു. ഇവിടെ ഉദാശമങ്ങളായി നടക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ ശബ്ദം കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുവാനും അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ഒരിക്കലും താഴ്മ ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശബ്ദം കേൾക്കുമാറാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, മറിയമേ നിനക്ക് സമാധാനം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
ഏവജാതനാപുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന ആപരിഷണ സംബന്ധ സഹവാസം ദൈവമാതാവിശയുടെ ശേഷം എല്ലാ ശുദ്ധിമാന്മാരുടെയും അനുഗ്രഹം കർത്താവേ ഈ ദമ്പതികളാവാൻ പോകുന്ന മാറ്റുകൂടെയും മകളുടെയും കുടുംബങ്ങളുടെ മേൽ ഈ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേൽ ജീവിതത്തിൽ പാപങ്ങളിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ദൈവമേ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സ്വാഭാവികങ്ങൾ കഴിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മണ്ണിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ തിരിച്ച് എന്റെ ധർമ്മങ്ങളെല്ലാം മായ്ക്കണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ, ആത്മാവിനെ ഉയർത്തുതാക്കണമേ. നിന്റെ തള്ളിക്കളരുതേ, നിന്റെ വിശ്വാസമാവിനെ ക്ഷണിക്കരുതേ. എനിക്ക് തിരിച്ചു വരണമേ, മാത്രമുള്ള ആത്മാവിനെ ധർമ്മമാറാകണമേ. അപ്പോൾ ഞാൻ ഉറങ്ങുകാരെ എന്റെ വഴി പഠിപ്പിക്കും, ഭാവികളുടെ പക്കലൊക്കെ തരുകയും ചെയ്യും. ദൈവത്തിന്റെ പരിതാപത്തിനുള്ള ആത്മാവാകുന്നു. ദൈവം നമ്പരാന്ന് ഉറങ്ങിയവർ എന്ന് രസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുമോ, പാലിക്കുമോ? ോ
സന്തോഷം രക്ഷകനെ വൈദിക നൽകിയിടും മോഹിരഭൂഷകരെ സദയം വാഴ്ത്തൂകൈയാ മോഹിരമരുളി തിരുസഭയെ മസീഹ വേട്ടപ്പോ പരിപാവന തരുതിരങ്ങൾ കൈക്കൊണ്ടാളവരും മോഹിരമതിയാൻ പൊരയും താമാ രക്ഷിതയാ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേരത്തെ പാടുമോ നിലവോലം വാരാവൽ ഓലം വൽനീനാമി മാനവ വന്നേച്ച് വാഴ്ത്തി പാടുന്ന ഹൃദയരഹസ്യ സങ്കോചം താരാ ഗജരോഹാ പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ എന്റെ സമാധാനം ഇപ്പോ സദാ
തിന്മകളും നികുതോപരം ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമായ കർത്താവേ, നീ അനശ്വരമായ വെടിപ്പുള്ള മുറോനാത്മ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. അവിടുത്തെ സൃഷ്ടിയാൽ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാവനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. അവിടുത്തെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ടതയോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവാശ്രയങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ അതിനെ ഐശ്വര്യപ്പെടുത്തി വസ്ത്രം ധരിപ്പിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വാങ്ങിച്ച് നടത്തി. അതിനെ നിനക്ക് പതിവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമാവിന്റെ ശരീരരക്തങ്ങൾ അതിനെ മധുരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നൽകിയ വരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധന്മാർ മൂലകരമാതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും യുവാനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദനങ്ങൾ കൂടിയിരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവർ നീയാകുന്നു. ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദനങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിച്ച് ശാപമായതിനാൽ വിശുദ്ധമായി തീരുവാൻ സംവിധാനം ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ സഭയുടെ മോചനത്തെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവാനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമാർദ്ദാമുദ്രയാമാട്ടിയും ജ്ഞാനസമ്പൂർണ്ണ നിലവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, വാസനമാലിന്യങ്ങളും ലക്ഷങ്ങളും ആദരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവകർത്താവേത്തിലും ബലത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നിന്റെ മണാവറയിൽ ഇവരെ ആയുഷ്കാലം മുഴുവനും വിവിധ തലത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇവരന്മാരും മാലകന്മാരോടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവാറയിലെ കമ്മയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. വാസനയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാദം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. രണ്ട് ലോകങ്ങളും കൈക്കൊള്ളുമാറാകട്ടെ. മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവേ
സത്യവാഞ്ചയും ചെയ്യപ്പെടുകയും മണവാള മധ്യത്തിന് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ദാസപ്പെടുന്ന സ്ഥൂലതാകുന്ന മധുരപരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹം, യോജിപ്പും ശാന്തതയും വികാരഫലമില്ലാത്ത ഐക്യങ്ങളുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും പരിശുദ്ധ സംരക്ഷിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ഇവിടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായ ക്രിസ്തുയേശുവും സമർപ്പിക്കുകയും ചെയ്യുവാനാകണമേ. ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശ്രയിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ദൈവമുള്ള പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ അതിന്റെ മനുഷ്യമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പന്നരാക്കട്ടെ. ഇവ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകട്ടെ. പരിപാലനയാൽ അവരെ അനുഗ്രഹിക്കുകയും ഇവനേറ്റാൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കാരുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതോഷയമായ മനോഹരാഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾക്കുള്ള അലങ്കാരങ്ങളെക്കാൾ മകമേറിയ പഠിപ്പിൻ മുദ്രകൊണ്ട് അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് മുതൽക്കുവാൻ ദൈവമായ കർത്താവ് സന്ധിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് അവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലകളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാലുള്ള മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സിയാലുകളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം നമ്പരാനവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിഭാഗത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മകനയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമാകുവാനും കൃപ ചെയ്യണമേ. ഈ വിരന്തരായി ഇറങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീവായ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും
ഞങ്ങളെല്ലാവരുടെ നേരത്തിന്റെ കർമ്മങ്ങൾ വർഷിക്കുകയും ചെയ്യുവാനും ഇടയാകണമേ. വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവനമ്പരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയകരമായ സേവ രാവും പകലും നിങ്ങളോട് കൂടെ ചെയ്ത് ദുഷ്ടതയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന കൂതാസമിതിയെ മതിക്കുന്ന വിശ്വാസത്തെ സ്നേഹിതരെ, നമ്മുടെ സഭയുടെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട പല സന്ദർഭങ്ങളുമാണ്. 50 നോമ്പ് വിശ്വാസ ഭക്തിപൂർവ്വം നോമ്പതിന് ശേഷം ആ നോമ്പ് ഉയർപ്പെടുന്നതിനോട് സമാപിക്കുന്നു. ഉയർപ്പിൻ്റെ നാളുകളിൽ വരുന്ന സഭ വിശേഷിപ്പിക്കുന്ന 50 ദിവസം വീണ്ടും അത് യേശുക്രാൻ്റെ സ്വർഗ്ഗാരോഹണപ്പെടുന്നതിന് ശേഷം പെന്തിക്കോസ്തി വരെയുള്ള 10 ദിവസം കാത്തിരിക്കുന്ന ദിവസമായിട്ട് പരിശുദ്ധാത്മ പ്രാപിക്കുന്ന ദിവസമായിട്ട് സഭ വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും പാലിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പം ഇന്ന് സഭയും സഭയുടെ മക്കളും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഈ ജിമ്മിനെ സംബന്ധിച്ച് ഈ ദേവാലയമായിട്ട് വളരെ ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അമ്മ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പ്രത്യേക ഒരു വാത്സല്യം ജിമ്മിനോടും ആ കുടുംബത്തോടും ഈ ഇടവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. മണവാട്ടിയെ സംബന്ധിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ വൈരപ്പുഴ സ്വദേശിയാണെന്ന് മനസ്സിലാകുന്നത്. പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടവർ. അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസമില്ല. ഈ കോട്ടയത്തെ കാലാവസ്ഥയും വൈരപ്പുഴ കാലാവസ്ഥയും ഒരുപോലെയാണ്. നമ്മുടെ സംസാരത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. നമ്മളൊരു ഭാഷ ഉപയോഗിക്കണം, അതിരിതാൻ കൂടുതലാണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ മിക്കവാറും ലോകത്തിൽ മിക്ക സ്ഥലങ്ങൾ സന്ദർശിച്ച ഒരാളാണ്. കേരളത്തിൻ്റെ വടക്കേറ്റം പോയി തെക്കേറ്റം വരെ ആരാണ് അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡെ ഭാഷ എനിക്കറിയാം, തിരുവനന്തപുരത്തെ ഭാഷ എനിക്കറിയാം. രുചി വ്യത്യാസവും ഒരുപായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം മിക്കവാറും നമ്മുടെ കഴിക്കുന്ന ഏറെക്കുറെ ഒരേ ഭക്ഷണമായിരിക്കും, മീനും ഇറച്ചിയും ഒക്കെ കഴിക്കാനായി. അതുകൊണ്ട് അതിന് വലിയ വ്യത്യാസമില്ല. രണ്ടുപേരും ക്രിസ്ത്യാനികളുമാണ്. അതുകൊണ്ട് വിശ്വാസമന്ത്രമായ വ്യത്യാസമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ചേരേണ്ട ഒരു കാര്യമുണ്ട്. മാനസികമായ ഒരു ഐക്യത്തിൽ ജീവിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടേതായിരിക്കുന്ന രുചികൾ പരസ്പരം പങ്കിട്ട് ജീവിക്കാൻ പ്രധാനപ്പെട്ട. അവരുടെ അപ്പനെ അമ്മയെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തി മക്കളും മരുമക്കളും ജീവിക്കണമെന്ന് ഒരിക്കലും മാതാപിതാക്കൾ ആഗ്രഹിക്കാൻ. ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവർക്ക് ഇവരുടെ കുടുംബം വളരെ വിസ്തൃതി വർദ്ധിക്കുക. 2 അപ്പനും 2 അമ്മയും ഉണ്ട്. ഇന്ന് മുതൽ ഇവർക്ക് 2 അപ്പനുണ്ട്. ജീവന് 2 അപ്പനുണ്ട്, ആ മകൾക്ക് 2 അപ്പനും അമ്മയുണ്ട്. അപ്പോൾ ആ 2 പേരുടെ ബന്ധങ്ങൾ ഇക്വിലിബ്രിയത്തിൽ നിലനിർത്താൻ വലിയ ബാലൻസ് നിർത്തിക്കൊണ്ടുമാണ് ചുമതലയുണ്ട്. 2 മാതാപിതാക്കളെയും 2 പേരും 2 കുടുംബങ്ങളെയും തമ്മിൽ ചേർക്കാൻ തരമാണ്. ഞാൻ ഒരിക്കലും എപ്പോഴും ചോദിക്കുന്ന ഈ വെൽഡിങ്ങും തമ്മിൽ ചേർത്ത് ഒരു വാക്കാണ്. വെൽഡിങ് എന്ന് പറഞ്ഞാൽ 2 ലോഹങ്ങൾ 3ാമതൊരു ലോഹമുണ്ട് ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ 2 കുടുംബങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് ചേരണം.
എന്തെങ്കിലും കാരണം വെച്ച് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റാനുള്ള ഒരു ഉപാധിമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകും. പ്രവർത്തിക്കണം. നിങ്ങളെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് അതിൽ ഭാഗ്യമുള്ള ഭാഗ്യവാന്മാർ. കാരണം മാസം നല്ല കുടുംബങ്ങളിൽ നിന്നാണ് മാസത്തെ ലോകത്തിലെ പല പൗരന്മാരും വന്നു പോകുന്നത്. അതുകൊണ്ട് നല്ല കുടുംബം നമുക്ക് ആവശ്യമാണ്. നല്ല മക്കൾ വേണം, നല്ല സമൂഹം ഉണ്ടാകണം. അതിലൊക്കെ ഒരു കാരണമായിട്ട് തീരുന്ന കുടുംബബന്ധമാണ്. ആ നിലയിൽ ഈ ദേശത്തിനും ഈ നാടിനും സംബന്ധിക്കുന്ന എല്ലാവർക്കും എന്നും സന്തോഷിക്കാൻ തക്കവണ്ണം നല്ല കുടുംബം നേടാൻ തക്കവണ്ണം ഇടയാകട്ടെ നാരായണ പ്രാർത്ഥിച്ച് ആശംസിച്ചു വാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിധികളാധിക്കുകയും ചെയ്യുമാറാകണമേ. ഹോസോ പ്രഭ
മാഞ്ഞു പോകാത്ത നല്ല ഉന്നതി പോലും ഇല്ലായ്പോലും ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായി ഇപ്പോഴും നിലനിൽക്കുന്നതിന് സ്വയം പോവും മാലാസിംഹാസനം ചുറ്റി നിന്നുകൊണ്ട് എനിക്ക് ആരാധിക്കുന്ന വചനവും ബഹുമാക്കണമെന്ന് എല്ലാവരും തോന്നി. തിരുസല്യങ്ങളെ തിരിവരുത്തിയതിന് ധന്യമായി പോരുന്ന ഞങ്ങൾ പ്രവൃത്തി സ്നേഹത്തിനോട് സമീപിക്കുന്ന മോഹനത്തിനും ഏതൊരു തത്വജ്ഞാനിക്കും തന്റെ തത്വത്തെ ആരാധിക്കുവാനില്ലാതെ പരിശോധിക്കുവാൻ ആരാധനിക്കുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരം കിരീടമേൽപ്പിക്കുന്നതിന് അഴിക്കപ്പെടുന്നതിന് അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്നവരും ബന്ധിതമായിരിക്കുന്നവൻ തന്റെ വല്ലഭത്തിന് മഹിമിക്കാൻ മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷികളെ പ്രദാനം ചെയ്യുന്നവർക്ക് അവിടുത്തെ ആശ്രയിക്കപ്പെടുന്ന സമയത്ത് പെരുന്നാളും നേരങ്ങളും നാടുകളിലും കാലങ്ങളിൽ അടിയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ ഈ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സംഗീതങ്ങളുടെ ഭയം കുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മോഹനങ്ങൾ അഗ്നിമാർ കൊടുക്കുന്ന ക്ഷേത്രത്തിന് പരിമിച്ച് ചന്ദ്രപ്പെടുകയും ചെയ്യുന്ന ദൈവമാർത്താവേ അവരുടെ വന്നിട്ട് കൃപാപ്രഭാതം നിശിവന്നതയാൽ നിസ്സാരമായ സന്തോഷിക്കുകയും എളിയൊരു മൺമരങ്ങളുടെ ചുരുൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യങ്ങളുടെ ആഴ്ചയുള്ളതോട് നീ ആവശ്യപ്പെടുന്നു. കൃപാദാനം തിരുക്കോളവരാകുന്നു. ശിശാത്മാന പ്രതികാരം ഉദാസീൻ ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവ് എല്ലാ ദേശം സഞ്ചരിക്കുന്നതിന് ശ്രേഷ്ഠാധികാര വിധേയം വസിക്കുന്നതിനാണ് ജയദാസിനെ പ്രത്യേകിച്ച് സന്നിധാനത്തിന്റെ കണ്ണുകളിലും ദൈവം അനുഗ്രഹിക്കണമേ. തല പ്രവർത്തനമുള്ളവരായിരിക്കാണ്ടവർക്ക് സ്വന്തം രക്ഷിക്കുന്നവരെ സന്തോഷിപ്പിക്കണമേ. സത്യത്തിന് ജനിക്കാൻ തക്കവന്നെ ആഗ്രഹമാകുന്നവരെ കാത്തു നയിച്ചു വിടണമേ. സുഖ്യാതിരെ നയിക്കുന്ന നേരങ്ങൾക്ക് പ്രയാണിക്കുന്നവർക്ക് നൽകണമേ. ആത്മീയ നൽകണയിൽ തൽപരരും ആത്മശീൽ പ്രയോജനം ദൈവവ്യാപാരം ഏർപ്പെട്ട് ലാഭമുണ്ടാകുന്ന നയിച്ചവർക്ക് സന്നിധിയാക്കണമേ. കർത്താവിനെ കൃത്യനെ താമസിക്കുന്നവരും ആ പറഞ്ഞവർക്ക് വിദൂഷണം വർദ്ധിക്കുവാനാകണമേ. നിന്റെ വസ്തുഭാഗത്തേക്ക് അടുത്ത് വരുവാനും സഭയുടെ സാധാരണത്തോടെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ നിന്റെ ആത്മമന്ത്രിത്വം നീതി പ്രവർത്തിക്കുന്ന വേലക്കാരനുള്ള ഭക്തിയിൽ നിന്റെ കൽപ്പന ആചരണത്തിന് തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവെ ഞങ്ങളെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളെ സദൃശിലും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ ഒരുക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരും ചതുരെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവെ ഞങ്ങൾ ശ്രേഷ്ഠയെ ആരാധിക്കുന്നവരും കർത്താവെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാനമാകണമേ. ദൈവമായ കർത്താവെ വിശ്വാസങ്ങൾ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമന മനുഷ്യനെ പ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്ക് നിർമ്മിതാവിൻ പ്രസിദ്ധമായിരിക്കും. തുതിത്തോന്ന് നിരേറ്റുന്നു ഹോശോ കുത്തിന്റെ പട്ടണത്തിൽ കല്യാണവരനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകളെ ഉണങ്ങി വലിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ സുഗന്ധ പരിമളത് അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ.
കരുണയിൽ ദേവ നിറഞ്ഞതായ നിന്റെ വർദ്ധയുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണപറയുവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുദ്ധനെ ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നാടും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. മോറന്മാരോഗമേ. സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യരോടുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്തും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്യത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹാ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനരക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗനായ പരിശുദ്ധനായ മറ്റായ നമ്മുടെ കർത്താവായ ശിവശിയായുടെ പരിശുദ്ധായ എവങ്കേലിയോനിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനം
നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവും ദൈവമായ മസിയാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇവയെല്ലാം ഇപ്രകാരം സംഭവിച്ചു. തമ്പുരാൻഗിരിയിലായിരുന്ന യാത്ര പുറപ്പെട്ട് യോർദാനെ മറുകരയിലെയോ അതിൻ്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തി. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്ത് ഏതൊരു കാരണത്താരെങ്കിലും ഒരുത്തര് തൻ്റെ ഭാര്യയെ പിരിച്ചു വിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഉത്തരമായി പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു വന്നുമായതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ ഒരു രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് എങ്ങനെയെങ്കിലും മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചു വിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, മോശം നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചു വിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം. ശിഷ്യന്മാർ ദൈവത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ തമ്പുരാൻ ഉത്തരമായിട്ട് പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ആദ്യം ക്ഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാക്ഷണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നവരുടെ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിരീടങ്ങളിൽ വാദിക്കപ്പെടുന്നതായ ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വനിന്നുടയോൻ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനയാകാര്യം അണിയിക്കും മകുടം രമ്യം.
കാണുന്നു മണവാളനെ ആരാരൻ അണിയേക്കും മകുടം രമ്യം ശാശ്വതശാല വീശ സത്യമനാള ശീഘ്രം സവിധമനൻ ഈടണമേ സദതം സന്തോഷിക്കാം. അക്ഷരകാരനായിരിക്കുകയും സ്വതന്ത്ര ശക്തിക്കെതിരായി അധികം ആചരിപ്പിക്കുകയും ചെയ്യട്ടെ. വൈദിക അൻപാലിംബം നൽകാം മുടിയാൻ മഴവാലെന്നും മഴവരയാൻ മഴവാട്ടിക്കും മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിയേക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേ ഇടുവാ മസിഹാനുപരാജിതം മകുടം പാരം രുചിരം മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോ സദസ്യം മണവാട്ടിയുടെ മകുടം സതിമാമുടിയോ സദസ്യം അക്ഷയപ്രകാരം കർത്താവിനെ ധരിപ്പിക്കട്ടെ. ഇതാ പുത്രൻ പരിശുദ്ധാത്മാ സ്വീകരിച്ചുകൊണ്ട് ആഷ്കാരങ്ങളെ സന്തോഷിക്കുവാൻ ഇടയാവുകയും വിജയ കൊടിത ശ്രീവ നമ്മെ രക്ഷിച്ചിടും ശ്രീവായി പുകഴും സന്തോഷിക്കുന്ന കർത്താവ് ജീവിതത്തിൽപ്പെട്ട നിങ്ങളുടെ പദ്ധതി അനുഗ്രഹിക്കുവാനാകട്ടെ. സ്വർഗ വിഷയം വരാൻ യഥാർത്ഥമായ മണവാളത്താൽ നിങ്ങൾ മണവാളത്തിന് മുതിരട്ടെ. മനുഷ്യാത സഭയിലെന്ന് പോയി നിങ്ങൾ അന്വേഷണം സന്തോഷിക്കുവാനാകട്ടെ. കണ്ണട വലത്തുകൈ
വന്ന് നിങ്ങൾ ആവശ്യത്തെ എല്ലാ ഉപദ്രവങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനത്തിൽ നിങ്ങളെ അവിടെ ഇരുന്നാൽ പൈശാചികമായ വചനങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുവാനാകട്ടെ. മനോരമാസുഖം നിങ്ങളെ കാത്തുകൊള്ളി, നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യുക. അപ്പനായി സദാക്കി യാക്കോബ് യോസേഫിന് സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താക്കൾക്ക് നൽകുവാനാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകുമ്പോൾ നിറയിലെന്ന് പറഞ്ഞുകൊണ്ടേയും നോഹിന് മക്കൾ നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ദേവപുരാവിൽ സദാക്കി യാക്കോബിന്റെ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പരിഗണിച്ച് ഭൂമിപ്പാൽ സംഭരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമായിരിക്കുന്ന അനുഗ്രഹം നിങ്ങളിലും പിതാക്കന്മാരുടെ കൈകളാൽ തലയിൽ വയ്ക്കപ്പെട്ടിരുന്ന ഇടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുവാനാകട്ടെ. ഐശ്വര്യം കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ട് സർവ്വ സൗഭാഗ്യം കൊണ്ട് നിങ്ങളെ സമർത്ഥരാക്കി ആ ഭാവിയോടെന്ന പോലെ നിങ്ങളുടെ കടണം ക്ഷമിക്കുകയും ചെയ്യട്ടെ. പരത്തുഭാഗ്യ കടനെ പോലെ ഹരിതാവർത്തനങ്ങളും സുഖരാജ്യവാസികളെ ഭവിക്കട്ടെ. നാം എല്ലാവരും മരിച്ചുപോയ ഭാവം പ്രാപിക്കുകയും ചെയ്യട്ടെ. ബസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന മണവാട്ടി ഉടമ്പടി ചെയ്യുവാനായി സീനാവിലേക്ക് വന്ന മൊബൈൽ നിങ്ങളെയും നമ്മുടെ സംഘം കൊണ്ട് അനുഗ്രഹിക്കുവാനാകട്ടെ. പിതാവിനെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിലുണ്ടായ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവർ നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്.
ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ പരിമേൽപ്പിച്ചിട്ടുള്ളതുമാകും. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവാമശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവങ്കലിയോന്റെയും ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിവിടെ ദൈവം നമ്പരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയുമെന്ന സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നും നിങ്ങൾ ആവശ്യിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളുടെ കർമ്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ആകുന്നുവെന്ന് അറിഞ്ഞോളൂ. നിങ്ങളെ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തണം, അവളോട് ദയവുള്ളവനായിരിക്കുകയും വേണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പം നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ആവശ്യമാറാകട്ടെ. ദൈവമാതാവായ ശരീരത്തിൽ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നാലും ജീവനെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വഴിമാർഗോടിയും വരുവാനും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവരുമായ ഈ ശിശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസാരിച്ചതുമായ ജീവന വിശ്വമായ കാതോലികവും സൈനികവുമായ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകുന്ന ഏറ്റുപറഞ്ഞ് മരിച്ചോരും വരുവാനൊക്കെ ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നോക്കി
ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ഉന്നതമായ സ്വർഗീയ സിംഹാസനവും ഭാഗയെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. വിവാഹ കുദാശ ഇവിടെ സമാപിക്കുന്നു. ഇടവയിലാണ് നിങ്ങൾ തന്നെ നല്ല ചേർച്ചയും ജീവൻ എന്ന പേരിനോട് ചേർച്ചയുള്ള പേരിൻ്റെ വാക്ക് ഉള്ള ജിൻസി ഒരുമിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഒരു കുടുംബ ജീവിതത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ ഇടയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരോടുള്ള സ്നേഹവും കുടുംബാംഗങ്ങളോട് നന്ദി ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇവരെ എത്രത്തോളം വളർത്തി നിർത്തിയ മാതാപിതാക്കളെ നന്ദിക്കുന്നു. തുടർന്നും ഇവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊല്ലിവിടുന്നുകൊണ്ടൊക്കെ വേണം മാതാപിതാക്കന്മാരുടെ ബഹുമാനവും ആദരവോടും നിങ്ങളെ പിടിച്ചു പറ്റുകയും അവരോടുള്ള സ്നേഹം ബഹുമാനം എന്നും കാണിക്കുകയും ചെയ്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ
ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽ പടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ
मुस्कुराने की वजह तुम हो, गुनगुनाने की वजह तुम हो। जिया जाए ना जाए ना जाए ना और पिया रे, जिया जाए ना जाए ना जाए ना और पिया रे। और लम्हे तू कहीं मत जा, हो सके तो उम्र भर थम जा। जिया जाए ना जाए ना जाए ना और पिया रे, जिया जाए ना जाए ना जाए ना और पिया रे, पिया रे। छाँव तुम लाना, ख्वाहिशों की बारिशों में भीग संग जाना। धूप आए तो छाँव तुम लाना, ख्वाहिशों की बारिशों में भीग संग जाना। जिया जाए ना जाए ना जाए ना और पिया रे, जिया जाए ना जाए ना जाए ना और पिया रे, पिया रे। जो मिले उसमें काट लेंगे हम, थोड़ी खुशियाँ थोड़े आंसू बांट लेंगे हम। जो मिले उसमें काट लेंगे हम, थोड़ी खुशियाँ थोड़े आंसू बांट लेंगे हम। जिया जाए ना जाए ना जाए ना और पिया रे, जिया जाए ना जाए ना जाए ना और पिया रे। ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ, നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസെടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം.
ജില്ലാ പെണ്ണൊരുക്കി പന്തലാകെ കയ്യും ചന്തമല്ലേ ചങ്കുപോലെ ചങ്കും കൂടെയില്ലേ അവരും അവളും അവരും ഇവരും അവിടെ ഇവിടെ ചിതറി ചിതറി ചിരിതം കടലായി മതിയോ പറപ്പൊന്നളിയോ നമ്മുടെ ചക്കന്റെ പെണ്ണിന്റെ ചക്കര പെണ്ണിന്റെ ചക്കര നമ്മുടെ ചക്കന്റെ കല്യാണം കളറാനടാ നമ്മുടെ ചക്കന്റെ കല്യാണം കെട്ടുവാനടാ നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനടാ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അപ്പോൾ മനുഷ്യനിത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു. ഇവിടെ നല്ല നിങ്ങൾ എടുത്തിരിക്കുക വെട്ടി നടിയെന്ന് പേരാവും എന്ന് പറഞ്ഞു. അതെന്നെ സൃഷ്ടിച്ചപ്പോൾ നീ ആണെന്ന് ആശ്വസിച്ചു. അവളെ യാതൊരു പ്രയത്നത്തിൽ എന്നാൽ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് പോയപ്പോൾ അവനെ ഒരു മനുഷ്യന് കൊണ്ടുവന്നു. അപ്പോൾ അവൻ്റെ ഓർമ്മ അവൻ്റെ അതിനുള്ള പൈസയിലുള്ള സ്ത്രീകളുടെ ദേഹത്തിൽ മെനഞ്ഞ് സ്ത്രീയാക്കി വെച്ചു. അതുപോലെ തന്നെ അവൻ ആൺ പെണ്ണുമായിട്ട്
കർത്താവെ സഹോദരൻ കർത്താവെ വളരെ അടുത്തില്ല എങ്കിലും കർത്താവിനെ അവരെ കൂട്ടിച്ചേർത്തു. അവരെ കർത്താവെ പല പല പോരാട്ടങ്ങളിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് ഇനി അവരെ അവരെ ഉയർവോട്ടിനെ സ്തുതിക്കുന്നു. കുഞ്ഞിനെ നേശനയോട്ട് കർത്താവെ ഇത്രത്തോളം പഠിപ്പിച്ച് വലുതാക്കി അവളെ ഒരു ഭർത്താവിൻ്റെ ഇടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇവന്റെ ശരീരത്തിന്റെ അംശമാകുന്നു, എന്റെ മാംസമാകുന്നു പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കർത്താവെ വെയിലാകുന്ന സമയത്ത് ആദാമിന്റെ അടുക്കിലേക്ക് നീ വന്ന് അവരുടെ ക്ഷേമങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി നീ കടന്നു വന്നപ്പോൾ കർത്താവെ അവർ നിന്നെ സ്നേഹിച്ചു, അവർ സ്നേഹിച്ചു. നിന്റെ ഭാരങ്ങൾ എന്റെ മേലിട്ടുള്ള എന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരുടെ ഭാരങ്ങളെ നിന്റെ മേലിട്ടുകയാണ്. കർത്താവ് നീ ലഘൂരിച്ചു കൊടുക്കണമേ, അത് സഹായിക്കണമേ. കുടുംബമായ കുഞ്ഞുങ്ങളായി കർത്താവ് സമ്പത്തുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടെ ഈ ദേശത്തിനും ഈ ഭവനത്തിനും ചാർച്ചക്കാർക്കും എല്ലാം മഹത്വപൂർണ്ണമായ കർത്താവെ ഫാമിലിയായിട്ട് സഹായിക്കട്ടെ. ഇവരെ എല്ലാവരും അനുഗ്രഹങ്ങളായി സഹായിക്കട്ടെ. ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ വായ സാധിക്കുന്നു. ചെറിയ പ്രാർത്ഥന കർത്താവായ ക്രിസ്തു യേശു നാമത്തിൽ നടക്കുന്നത്. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, വളർത്തി സഹായിച്ചു ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു പ്രവേശിക്കുന്ന നാടികയും അവിടുത്തെ കാര്യങ്ങളൊന്നും മാത്രം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. അവിടുത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ ഈ ഭവനങ്ങളിലേക്ക് വാസമർപ്പിക്കുന്നു. കർത്താവ് എവിടെ ആവശ്യം തരാൻ അറിയുന്നുണ്ട്. ആവശ്യം ചെയ്ത് സഹായിക്കാനായിരിക്കും. യാത്രത്തിരിക്കുന്ന സമയത്ത് നടത്തുകാരനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകാന്തമായിട്ടുള്ള പ്രിയയും പരിശുദ്ധ സഹവാസവും കർത്താവെ തന്നു വിളിക്കുന്ന ഓരോ ആൾക്കാരും